സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മളിവിടെ കൊടുക്കാൻ പോവുകയാണ്. അവളുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കണ്ടറിയണം. ബർത്ത്ഡേ കേളിന് തലയിൽ വെക്കണോ വാവയുടെ തലയിടണോ? വാവയുടെ തലയിൽ ഇരിക്കുകയല്ലേ അത്. കൊച്ചു നോക്കണേ എന്നപ്പാ വാവയ്ക്കും വേണോ? അയ്യോ ഓർമ്മ വാവയ്ക്കും മേടിക്കായിരുന്നു. വാവയ്ക്കില്ല കേട്ടോ. അവിടെ വിഷയം മാറ്റാം നമുക്ക്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മമ്മി ഡാഡി ഒന്ന് വായിച്ചു നോക്കി എഴുതിയേക്കണേന്നാ. ഹാപ്പി ബർത്ത്ഡേ കുട്ട. ഞാനാണോ? കൊച്ചിനെ കുട്ടാന്ന് വിളിക്കില്ലല്ലോ. ഇനി ഭാര്യ പക്ക വെറൈറ്റി ആക്കാൻ വേണ്ടി വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എല്ലാം കൂടെ അങ്ങ് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് അവിടെ കട്ട് ചെയ്യാൻ പോണോ? കട്ട് ചെയ്യാൻ പോവാന്ന്. കുഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മ. ഇത് ഊതിയില്ല. അവക്ക് അധികം മധുരം കൊടുക്കണ്ട. അത്ര വേണ്ട അത്ര വേണ്ട അത്ര വേണ്ട. മധുരം കൊടുക്കാൻ കൊള്ളുമല്ലോ പിള്ളേർക്ക്. എടി അധികം കൊടുക്കണ്ടെന്നേ. അങ്ങനെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലെന്ന് അമ്മ എടുക്കുമേ. ഇതിപ്പോ ആദ്യം കൊടുക്കണമെന്നുണ്ടോ? ഉണ്ടോ വരെ? അങ്ങനെയൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് കേക്ക് കിട്ടിയാ മതി. ചെറിയ കഷ്ണം കൊടുക്കുന്നത് എന്നാ ചെയ്യാനല്ലേ? അമ്മ കൊച്ചിനെ അധികം വേണ്ട, മധുരമല്ലേ? കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് എല്ലാം പോവാ. നീ ഗിഫ്റ്റ് വേണ്ടേ? ഗിഫ്റ്റ് എടുക്ക്. കുഞ്ഞിനും ഗിഫ്റ്റ് തരാം കേട്ടോ. കുഞ്ഞുഞ്ഞിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മളിവിടെ കൊടുക്കാൻ പോവുകയാണ്. അവളുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കണ്ടറിയണം. അവളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് അതൊക്കെ ഉണ്ട്. ഇനി അമ്മയും മോളും കൂടെ അതിനുവേണ്ടി അടിയണ്ടാക്കിയേക്കരുത് കേട്ടോ. അമ്മ അധികം കൊടുക്കണ്ട. മധുരം കഴിക്കാറായില്ലെന്നേ. പഞ്ചസാര കമ്മലിടിക്കരുത്. അപ്പന്റെ റൂളാണ്. പാവം കൊതിയോടെ നോക്കിയിരിക്കും. എങ്ങനെ കൊടുക്കാതിരിക്കണേ? ഇഷ്ടപ്പെട്ടാ നിനച്ച് ഇനിയും വേണമെന്ന് എന്നെ. അപ്പൊ നമ്മുടെ വാവയ്ക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. അവള് ചിരിച്ചിരിക്കണേക്ക്. ഇത് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ്. അതൊക്കെ ഉണ്ട്. കുഞ്ഞുഞ്ഞിന്റെ അവള് നോക്കിയപ്പോ വാവയ്ക്ക് ഗിഫ്റ്റ് വേണ്ടേ? വാവയ്ക്ക് ഗിഫ്റ്റ് ദിവ്യ. ആദ്യമായിട്ട് മേടിച്ചു കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നു. സ്പ്രേ പെർഫ്യൂം ആദ്യമായിട്ട് മേടിച്ചു കൊടുക്കണേ. ഇനി എന്റെ മണത്ത് നോക്കണേ. അത് പൊട്ടിച്ചിട്ട് പയ്യ മണത്താ മതി. ഇനി വാവയുടെ ഗിഫ്റ്റ് കാണണ്ടേ? കുഞ്ഞുഞ്ഞിന്റെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കുഞ്ഞുഞ്ഞിന് ഗിഫ്റ്റ് വേണ്ടേ? കുഞ്ഞുഞ്ഞിന് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായിട്ട് തോന്നുന്നുള്ളതാണ്. കോഴി ബേബയാണോ മോനെ? അത് അല്ല കുഞ്ഞു, ഇത് കോഴി ബേബയല്ല. പറന്നു വരും. അവക്കത് എന്നാന്ന് മനസ്സിലായോ? തൊപ്പിയൊക്കെ വെച്ചത് എന്നെ കാണിക്കണ. വാ കുഞ്ഞുഞ്ഞിന്റെ കൂടെ ഇരുന്നോ. കുഞ്ഞുഞ്ഞെ പിടിച്ചോട്ടോ. കൊല്ലല്ലോ. ശരിക്കും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാരും എന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കി പഞ്ഞിക്കിട്ടായിരുന്നു കേട്ടോ. അവളുടെ കാല് കണ്ടോ? കാലിന്റെ നഖം കണ്ടോ? വാവാൻ വെക്കട്ടെ കോഴി. അത് കോഴിയല്ല, പിന്നെ പരുന്തല്ലേ? പരുന്തിനെ കോഴി. നിനക്ക് വേണോ? അവളെ തലയിലിരിക്കും മൊത്തത്തിൽ ഇറങ്ങി പോവത്. പിടിച്ചോ പിടിച്ചോ. യെസ്, ഇങ്ങനെ പിടിച്ചോ. ഇങ്ങനെ ഇവിടെ
ഇവിടെ ഉണ്ട് തൊപ്പിയുണ്ട് ഇവിടെ. തൊപ്പിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടു തോന്നണേ. ഒരു മണമുണ്ടോ? പുത്തന്റെ മണം. പുതിയതിന്റെ ആയിരിക്കും കുഞ്ഞു. ഭയങ്കര സോഫ്റ്റ് ആണല്ലോ അല്ലേ? ഇതന്നെ ഇത് സാധനം കടിക്കാതെ നോക്കണം വായിലൊക്കെ. ഇവളിതൊക്കെ കടിച്ചു പറിച്ച് തിന്നു. വീട്ടിലൊരു ജിറാഫ് ഉണ്ടായിരുന്നേ, അതിന്റെ ചെവിയൊക്കെ അവള് കടിച്ചു പറിച്ച് തിന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് കുഞ്ഞുഞ്ഞിൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അമ്മയ്ക്കും കൊച്ചിനൊക്കെ ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. മമ്മിയുടെ gift നേരത്തെ വന്നായിരുന്നു കേട്ടോ. അതെ, മമ്മിയുടെ സീക്രട്ട് ഗിഫ്റ്റാ, ആരോടും പറയത്തില്ല. അപ്പൻ്റെ ഗിഫ്റ്റ് കിട്ടിയോ? അപ്പനും എനിക്ക് അപ്പനും അമ്മയുടെ ആണോ? അമ്മയുടെ ഒക്കെ ചോദിച്ചു മേടിച്ചണം കേട്ടോ. ആ കുഞ്ഞുഞ്ഞിൻ്റെ സാധനം താഴെ പോയി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കൊടുത്തു കേട്ടോ. അതെ, ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു. ബൈ ബൈ ബൈ. ബൈ. കുഞ്ഞൊരു ബൈ പറഞ്ഞേരെ. ബൈ ബൈ. കുഞ്ഞുഞ്ഞിനെ പൊത്തി പിടിച്ചിരിക്കട്ടെ. അയ്യോ ഇങ്ങനെ തിരിഞ്ഞു തന്നെ ആ എന്നാ കുഞ്ഞുഞ്ഞതാ ഒത്തി പിടിച്ചോ. ആ എന്നാ ഇത് ആരാതാ? ഇതാരാതാ? ഇതാരാതാ? അമ്മമ്മയുടെ കോഴി അവിടെ കയറി ഇരിക്കണ എന്തിനാ? കോഴി ബേബയാണോ? കോഴി ബേബ. കോഴി ബേബയല്ലേ? അമ്മമ്മയത്തെ കുഞ്ഞിന് പേടിച്ചു പോയിരിക്കും. അപ്പൊ എന്റെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ചൊന്ന് മണത്ത് നോക്കട്ടെ കേട്ടോ. പെർഫ്യൂം ആണേ. അപ്പം മണക്കുന്നതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കേക്കിന് കൊണ്ടുവരാം. ഓ അയ്യോ, കേക്ക് ഇപ്പൊ പരന്ന് കൊത്തി തിന്നേനെ. നല്ല രസമുണ്ട് കേട്ടോ.